ഹലോ, വെൽക്കം ടു സൂസ് പെപ്പർ ക്യാൻഡി. എല്ലാവരും വീട്ടിൽ തന്നെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാനില കേക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഒരു ബേസിക് വാനില കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നമുക്ക് കാണാം. മുൻപുള്ള ബേക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്ത് വെക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അവൻ പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കുക. ബേക്കിംഗ് ട്രേ ലൈൻ ചെയ്ത് വെക്കണം. അതുകൂടാതെ ബേക്കിംഗ് ടൂൾസും റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്. ഗ്രാനുലേറ്റഡ് ഷുഗർ 1/4 കപ്പ്, 3 മുട്ട, വാനില എസൻസ്, 1/2 കപ്പ് പാല്, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ്. ഇവിടെ നമ്മൾ ബട്ടർ ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്, വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്ന. കാര്യം എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ വെജിറ്റബിൾ ഓയിലിൽ ഫുൾ ഫാറ്റ് കണ്ടൻ്റ് ആണ്. അപ്പോൾ ഗ്ലൂട്ടൻ ഫോർമേഷൻ കുറവായിരിക്കും. ബട്ടറിനകത്ത് 20% വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. വാട്ടർ കണ്ടൻ്റ് ഉണ്ടാകുമ്പോൾ ഗ്ലൂട്ടൻ ഫോർമേഷൻ കൂടുതലാകും. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചും കൂടെ ഹാർഡായിരിക്കും കമ്പാരിറ്റീവ്ലി. വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുള്ള കേക്ക് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനത്തെ ഏതെങ്കിലും ബേസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്രീം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടാൻ വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡെഫിനറ്റ്ലി ഫ്ലേവർ ബട്ടർ കേക്കിനായിരിക്കും കൂടുതൽ. പക്ഷേ സോഫ്റ്റ്നെസ് നോക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ചേർത്ത കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട, പാല്, ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ബേക്കിംഗ് ടൂൾസ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. ബേക്കിംഗ് ട്രേ ലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം പുറത്ത് വെച്ചേക്കരുത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ സിഫ്റ്റ് ചെയ്ത് കിട്ടുന്ന ഫ്ലവറിൽ ലംസ് ഒക്കെ കുറവായിരിക്കും, ലൈറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. അത് സെപ്പറേറ്റ് ചെയ്യാതെ ഒരുമിച്ചിട്ടും ചെയ്യാം. എഗ് വൈറ്റ് ആദ്യം ബീറ്റ് ചെയ്യുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിൽ കിട്ടുന്ന കോൾഡ് ഷുഗർ ആണെങ്കിൽ ഒന്ന് പൗഡർ ചെയ്തിട്ടെടുക്കുക. പൗഡർ ഷുഗറിൻ്റെ അളവാണ് 1/4 കപ്പ് കേട്ടോ. എഗ് വൈറ്റ് എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശവും പാടില്ല, മുട്ടത്തോട് പാടില്ല, പിന്നെ എഗ് യോക്കിൻ്റെ അംശവും പാടില്ല. എഗ് യോക്ക് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ട് വരത്തില്ല കേട്ടോ. ഇനി മുട്ട സെപ്പറേറ്റ് ഇട്ട് ബീറ്റ് ചെയ്യുന്നത് പാടാണെങ്കിൽ മുട്ട 3 കൂടെ ഒരുമിച്ചിട്ടും ബീറ്റ് ചെയ്യാം. എന്നിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ ഓഫ് ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ചെയ്യുമ്പോഴാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീം കേക്കാണ്. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് എനിക്ക് ആവശ്യം. നിങ്ങൾ എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കണം എന്നാണ് പ്ലാനെങ്കിൽ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്ത് ഉണ്ടാക്കിയാലും മതി. എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് നല്ല ഒരു സോഫ്റ്റ് പീക്സ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് നല്ലൊരു സിൽക്കി വൈറ്റ് ടെക്സ്ചർ വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എഗ് യോക്ക് എടുക്കാം. മുട്ടയുടെ വെള്ളയാണ് കേക്കിനൊരു സ്ട്രക്ചർ കൊടുക്കുന്നത്, പക്ഷേ ഒരു റിച്ച്നെസ് കൊടുക്കുന്നത് എഗ് യോക്കാണ്. അപ്പോൾ 3 എഗ് യോക്കിനകത്തേക്ക് ഞാൻ വാനില എസൻസ് ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന് എഗ്ഗിൻ്റെ സ്മെല്ല് വരാതിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് എസൻസ് ആഡ് ചെയ്താൽ മതി. വാനില എസൻസ് അല്ലെങ്കിൽ ലെമൺ ജെസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഈ മുട്ടയുടെ മഞ്ഞയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ്ഗ് സെപ്പറേറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുമിച്ചിട്ട് തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുകൂടാതെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഹാൻഡ് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ സിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ നമ്മളൊരു സ്പാച്ചിലയോ അതല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂണോ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ക്ഷമയോടുകൂടി തന്നെ ഇത് ചെയ്യണം, കുറച്ച് സമയമെടുക്കും.
അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മാവ് ഇടുക, എന്നിട്ട് സ്പാച്ചില ഉപയോഗിച്ച് നടുക്കൊരു കട്ട് കൊടുക്കുക, എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ആ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരിക്കലും ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കരുത്, ബാച്ച് വൈസ് തന്നെ ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായി പോവും. അതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ മിക്സ് ചെയ്യരുത്. അത്യാവശ്യം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ മാവിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തെടുത്താൽ മതി. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറിനെ അത് വളരെയധികം ബാധിക്കും. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒന്നൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണ്. ഇതിൻ്റെ ഒരു ഹാഫ് വരെ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കാവൂ കേട്ടോ. ഒരു ടൂത്ത് പിക്ക് എടുത്തൊരു സിഗ്സാഗ് മാനറിൽ ഒന്ന് ഒടിച്ചു വിടുന്നുണ്ട്. അതല്ലാതെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയർ പോക്കറ്റ്സ് എല്ലാം മാറിക്കിട്ടും. ഇനി നമുക്ക് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലേക്ക് ഒരു 180 ഡിഗ്രീസിൽ 20 to 25 മിനിറ്റ്സ് നിങ്ങളുടെ ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അവൻ എന്തായാലും പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പല കേക്കിൻ്റെയും ബേസായിട്ട് യൂസ് ചെയ്യാം. വൈറ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ ഏത് ക്രീം കേക്കിനും ബേസായിട്ട് യൂസ് ചെയ്യാം. കേക്ക് പാനിൽ നിന്ന് ഉടനെ തന്നെ ഒന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കുക. ഈ ഒരു കേക്ക് നമുക്ക് ക്രീം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ബേസായിട്ട് യൂസ് ചെയ്യാം. പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊന്ന് ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസമാണ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇതേ ബാറ്റർ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ അനദർ വീഡിയോ. ബൈ.